ുള്ള കാരണത്താൽ എനിക്ക് അങ്ങനെയൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. പേരുടെ ഉസ്താദിനെ കേൾക്കുകയല്ലാതെ പേരുടെ ഉസ്താദിന്റെ ആ സ്വഭാവം കൂടി എനിക്കറിയാൻ സാധിച്ചില്ല. ഇപ്പോൾ വന്നപ്പോൾ എല്ലാം അറിയാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ പരിശ്രമ ഫലമായി അവിടെ നടക്കുന്ന ആ പരിപാടികളെല്ലാം നല്ല ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും എത്രയോ പള്ളികളും മദ്രസകളും ഇങ്ങനെ സ്ഥാപിച്ചുകൊണ്ടേയിരിക്കുന്നു. അവരുടെ ഉപ്പ എന്നുള്ള നിലയിലാണ് ആ മർക്കസ് എന്ന ആ സ്ഥാപനം നിൽക്കുന്നത്. എല്ലാവരും ഉപ്പയെന്ന് തന്നെയാണ് വിളിക്കാറ്. അല്ലാഹു തആല അതിന്റെ കീഴിൽ തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം പറയുന്നത്, ഇത് എൻ്റെ കൈവല്ല, മർക്കസിന്റെ കൈവാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് എല്ലാ സ്ഥലത്തും അവർ പറയാറ്. അതെനിക്ക് വലിയ സന്തോഷമാണ്. ഖമറുൽ ഉലമ എ പി അബൂബക്കർ മുസ്ലിയാരെ അനുസ്മരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഇന്ന് പല ഘട്ടങ്ങളിലും നിങ്ങൾക്കെല്ലാം പല ചാനലുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ കറക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണിത്. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് വീഴുന്ന വാക്കുകൾ നല്ല നല്ല വാക്കുകളാണ്. അത് ചിലർ വളച്ചൊടിച്ച് പറയാന്നല്ലാതെ അദ്ദേഹത്തിൽ നിന്ന് ഒരു വൃത്തികെട്ട വാക്കുകളോ മറ്റു സ്വഭാവങ്ങളോ ഒന്നും ആരും കണ്ടിട്ടില്ല. അല്ലാഹു തആല അവർക്ക് ആയുസ്സും ആഫിയത്തും പ്രദാനം ചെയ്ത് കൊടുക്കട്ടെ. ഈ സ്ഥാപനത്തിനും ഈ പ്രസ്ഥാനത്തിനും അല്ലാഹു തആല ഒരു വലിയൊരു കഴിവാണ് കാണുന്നത്. എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും അധികം സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ മെയ് 5-ാം തീയതി. ആ 5-ാം തീയതി ഞാൻ മലേഷ്യയിൽ പോയപ്പോൾ 35 വർഷം മലേഷ്യയിലിരുന്ന എനിക്ക് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരു ഉസ്താദിനെ ഇത്രയധികം സ്നേഹിക്കുന്നത് എനിക്ക് കാണാൻ സാധിച്ചില്ല. അഹ്ലുസ് സുന്നത്തുൽ ജമാഅത്തിന്റെ ലോക മുസ്ലിം സമ്മേളനം അവിടെ വെച്ച് നടക്കുന്നു. അതില്ലാതെ മുമ്പിൽ ഇംഗ്ലീഷിലും മലയാളിയിലും അറബിയിലും പേരെഴുതിയത് ഉസ്താദിനെ പറ്റിയുള്ള വർണ്ണനം ഞാൻ കണ്ടപ്പോൾ അതിമഹത്വമായ സംഭവമായിരിക്കുന്നു. അങ്ങനെ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും അവർ സംബന്ധിച്ചപ്പോൾ ഇന്ത്യയിൽ നിന്ന് വന്ന് ഒരേ ഒരാളുണ്ടെങ്കിൽ അത് എ പി അബൂബക്കർ മുസ്ലിയാറായിരുന്നു. അല്ലാഹു തആല അവർക്കുള്ള ആ നന്മ ഞാൻ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് കുളിർന്നുപോയി. അങ്ങനെ അവിടെ നിന്ന് ആ സ്റ്റേജിലേക്ക് എനിക്ക് പോകാൻ പാടില്ല, അവിടെ എനിക്ക് ഇരിക്കാൻ പാടില്ല. കാരണം അവിടെ പിറ്റോസ്റ്റാൻ അവർ കയറാൻ പാടില്ല. മന്ത്രിമാരും രാജാക്കന്മാരും വരുന്നൊരു സദസ്സാണ്. അത്ര വലിയ സദസ്സിൽ എനിക്ക് ക്ഷണമില്ല. എങ്കിലും ഉസ്താദ് പറഞ്ഞു, താങ്കൾക്ക് അവിടെ ക്ഷണം വേണ്ട, താങ്കൾ എൻ്റെ കൂടെ വന്നാൽ മതി. അങ്ങനെ എന്നെ കൊണ്ടുപോയി ആ ഫ്രണ്ട് സീറ്റിൽ തന്നെ മന്ത്രിമാരിരിക്കുന്ന അതേ കസേരയിൽ ഉസ്താദിന്റെ പേര് ഷെയ്ഖുന അബൂബക്കർ ഇന്ത്യ എന്ന് എഴുതിയപ്പോൾ മറ്റു കസാലയിലും ഒന്നും എഴുതിയിട്ടില്ല. അവിടെ എന്നെ കൊണ്ട് ഇരുത്തി ഉസ്താദ്. അൽഹംദുലില്ലാഹ്. ആ കാഴ്ച എൻ്റെ അവിടെയുള്ള എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എല്ലാവരും ലൈവിൽ കൂടി ടി-വിയിൽ കടന്നു. എല്ലാവരും ചോദിക്കുന്നു, അതാ നമ്മളെ തങ്ങളതാ ഇരിക്കുന്ന, എങ്ങനെ അവിടെ എത്തി? എല്ലാവർക്കും അതിശയം. ഒരു വിധത്തിലും തങ്ങൾക്ക് അവിടെ പോകാൻ പാടില്ലല്ലോ, പിന്നെ എങ്ങനെ തങ്ങൾ അവിടെ വന്ന് കൂടി? അപ്പോൾ അത് ഉസ്താദിന്റെ ഒരു കഴിവ് തന്നെയാണ് ഞാൻ പറയണം. അല്ലാഹു തആല അവിടെ ആ ഹൗസിൽ നിന്ന് മന്ത്രിമാരെല്ലാം വരുമ്പോൾ ഞാൻ പറഞ്ഞു, ഉസ്താദേ എപ്പോൾ എന്നെ പിടിച്ച് അവിടുത്തെ പുറത്താക്കും? ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നാൽ മതി. ഞാൻ അവിടെ തന്നെ ഇരുന്നു. ആ വന്നവരെ പോലീസുകാരെല്ലാം എന്നെ കണ്ടിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയല്ലാതെ എന്നോട് എഴുന്നേൽക്കാൻ പറയുന്നില്ല. എനിക്ക് വളരെ സന്തോഷമായി. അത് കഴിഞ്ഞപ്പോൾ ഉസ്താദിന്റെ പ്രസംഗത്തിന് മുമ്പായി യമനിൽ നിന്ന് ഒരു വലിയൊരു ആലിം വന്ന് പ്രസംഗിച്ചു. രണ്ടാമതായി ഈജിപ്തിൽ നിന്ന് ഒരു ആലിം പ്രസംഗിച്ചു. മൂന്നാമതായി ഇന്ത്യയിൽ നിന്ന് ഷെയ്ഖ് അബൂബക്കർ പറഞ്ഞപ്പോൾ ഉസ്താദ് ചെറുപ്പക്കാരൻ്റെ മാതിരി ഓടി സ്റ്റേജിൽ കയറി അവിടെ ഇങ്ങനെ നിന്നുകൊണ്ടിട്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ള ആ ഫാത്തിഹ സൂറത്തിന്റെ ഒരേ ആയത്ത് മാത്രം എടുത്തുകൊണ്ടിട്ട് ഇംഗ്ലീഷില്ല, മലയാളത്തിലുള്ള അറബിയിൽ തന്നെ നല്ല വർണ്ണനം കൊടുത്തപ്പോൾ അവിടെയുള്ള സദസ്സ് പേനയും കടലാസിലെടുത്ത് എഴുതാൻ തുടങ്ങി, കുറിക്കാൻ തുടങ്ങി. എന്താണ് ഉസ്താദ് പറയുന്നത് കേൾക്കാൻ വേണ്ടി എല്ലാവർക്കും ആശ്ചര്യമായി. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ചെവിടുകൊണ്ട് കേട്ടതാണ്. ഉസ്താദിനെ പറ്റി സമീപിച്ചപ്പോൾ അവരെല്ലാവരും കൂടി പറയുന്നു, ഉസ്താദെ നിങ്ങൾ കേരളത്തിലല്ല ഇന്ത്യയിലെ ആളല്ല, നിങ്ങൾ ലോക മുസ്ലിങ്ങളുടെ നേതാവാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു വാക്ക് എനിക്ക് കേൾക്കാൻ സാധിച്ചു. അതിനുശേഷം അവർ പറയുകയാണ്, നാളെ ഞങ്ങൾ പള്ളി ഒരുക്കിയിട്ടുണ്ട് ഉസ്താദെ, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആ ബുഹാരി ക്ലാസ് ഒരു 2 മണിക്കൂർ ക്ലാസ് എടുത്തു തരണം പറഞ്ഞപ്പോൾ ആരാ? ഞാനോ? നിങ്ങൾ തന്നെ എടുത്തു തരണം. അങ്ങനെ ഉസ്താദ് പോയി 2 മണിക്കൂർ ക്ലാസ് എടുത്തെടുത്തു. അങ്ങനെ ഒരു സാഹചര്യം കാണാൻ എനിക്ക് സാധിച്ചത് 35 വർഷം ഞാൻ ഉണ്ടായപ്പോൾ എനിക്ക് സാധിച്ചില്ല. എങ്കിലും എൻ്റെ ഉസ്താദാന്നുള്ള ആ നിർവഹണത്തിൽ ഞാൻ ഇവിടെ വന്നപ്പോൾ ഉസ്താദിന്റെ കാലായിട്ട് ഞാൻ പ്രവർത്തിച്ചു കൊടുത്ത് എല്ലാ സമയത്തും ഇപ്പോൾ ഞാൻ വന്നത് തന്നെ എനിക്ക് വരാൻ സാധിച്ചിട്ടല്ല വന്നത്. നിങ്ങൾ അറിയൂ, എൻ്റെ അസുഖത്തിൻ്റെ വളരെയധികം പല അസുഖങ്ങളുണ്ട്. എങ്കിലും ഞാൻ ഒരു ചായ മാത്രം കുടിച്ചാണ് നോമ്പ് തോറ്റത്. ആ നോമ്പ് തുറന്നതിന് ശേഷം എനിക്ക് വരാൻ സാധിക്കുന്നില്ല. ഞാൻ ഒന്ന് വിളിച്ച് പറഞ്ഞാലോ എന്ന് ആലോചിച്ചപ്പോൾ അതല്ല, പോകേന്ന് വേണം. പേരോട് ഉസ്താദ് അവിടെ വരുന്നുണ്ട്, ഇൻഷാ അല്ലാഹ്. പേരോട് ഉസ്താദ് ലേറ്റായിട്ടായി വരിക, അതുകൊണ്ട് താങ്കൾ എത്ര മണിക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് എന്നെക്കാട്ട് മുമ്പ് തന്നെ ഇവിടെ എത്തി. അൽഹംദുലില്ലാഹ്. അതുകൊണ്ടിട്ട് എനിക്ക് നിങ്ങൾ 2 വാക്ക് പറഞ്ഞ് ഉസ്താദിന്റെ ആ ഒരു സംസാരം ഒരു 10-15 മിനിറ്റ് കേട്ടതിന് ശേഷം എല്ലാം എനിക്ക് മനസ്സ് തോന്നുകയാണെങ്കിൽ ഞാൻ ഇവിടുത്തെ
ഇരുന്ന് കേൾക്കാൻ തയ്യാറാണ്. അങ്ങനെ ഉസ്താദിനെ പറ്റിയിട്ടും നമ്മളെ വലിയ ഉസ്താദായ എ.പി. ഉസ്താദിനെ പറ്റിയിട്ട് പറഞ്ഞാൽ തീരുകയില്ല. നമ്മളെല്ലാം ഒത്തൊരുമിച്ച് ജീവിക്കുന്നവരാണ്. നമുക്കാരോടും അഹങ്കാരവും ഒന്നുമില്ല. അതാണ് എൻ്റെ ബാപ്പ സയ്യിദ് ഇബ്രാഹിം ബാഫക്കി തങ്ങൾ പഠിപ്പിച്ച മാതൃക. അത് തന്നെയാണ് ഞാനും ചെയ്യുന്നത്. അല്ലാഹു തആല നമുക്ക് ആരോട് നമ്മളെല്ലാം ഐക്യത്തോട് ജയിച്ചാൽ റാഹത്തോൻ. ഇന്ന് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ആ ഒരു സംഘടന ഞാനും മുസ്ലിം ലീഗുകാരൻ തന്നെയാണ്, ഒരു വിട്ടുവീഴ്ചയില്ല. എങ്കിലും നല്ലൊരു എ.പി.കാരനായിട്ടാണ് എന്നെ കാണുന്നത്. അത് ഞാൻ ഉറച്ചു നിൽക്കുന്നു. അതിൻ്റെ അപ്പുറം വേറെ ഒന്നുമില്ല. അല്ലാണ്ട് എനിക്ക് മുസ്ലിം ലീഗിൻ്റെ വിരോധമോ ഒരു അദ്വേഷമോ ഒന്നുമില്ല. ഞങ്ങൾ വോട്ട് ചെയ്യുന്നത് മുസ്ലിം ലീഗിന് തന്നെയാണ്. എങ്കിലും ഞങ്ങളുടെ ആ പ്രസ്ഥാനം ഉസ്താദിന്റെ പ്രസ്ഥാനമാണ്. ഉസ്താദ് എന്ത് പറയുന്നോ അതുപോലെ തന്നെ ആ വഴിക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് പോലെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അല്ലാതെ എൻ്റെ മാർഗ്ഗം വേറെ ഇല്ല. എൻ്റെ ബാഫക്കിത്തങ്ങൾ എങ്ങനെയായിരുന്നു ഒരു കാലത്ത് ഇവിടെ പ്രവർത്തിച്ചിരുന്നത് അന്ന് ഞാൻ പോയും പറയാറുള്ളതാണ്. അത് ഒരു തങ്ങളല്ല, അത് നിൽക്കുന്നത് ഒരു ഉസ്താദാണ്, ഒരു മൈലാറാണ്, ഒരു മുസ്ലിയാർ. അതാരാണെന്ന് ചോദിച്ചാൽ എ.പി. ഉസ്താദ് തന്നെയാണെന്ന് തീർച്ചയായിട്ടും എവിടെ പോയി പറയും. അല്ലാഹു തആല അവർക്ക് നല്ല ആയുസ്സും ആഫിയത്തും ആരോഗ്യം അനുഭവട്ടെ. അവരോട് യോജിച്ച് നിന്ന് അവരോട് നല്ല പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ അല്ല കേരളമല്ല ഇന്ത്യ തന്നെ റാഹത്തായിട്ട് ഭരിക്കാനുള്ള ഒരു സംഘടന നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അത് രാഷ്ട്രീയത്തിൽ കൂടി ഉണ്ടാവുകയില്ല എന്ന് ഉസ്താദ് എപ്പോഴും പറയുന്നതാണ്. രാഷ്ട്രീയം നമുക്ക് വേണ്ട, മതം വേറെ രാഷ്ട്രീയം വേറെ. അത് തന്നെയാണ് വാഫക്കത്തങ്ങൾ പറഞ്ഞത്, മതം വേറെ രാഷ്ട്രീയം വേറെ. അഥവാ ഇന്നത്തെ നിലപാട് ഇന്നിപ്പോൾ പെണ്ണുങ്ങളെല്ലാം വന്നിരിക്കുന്നു, സംവരണം 50% വരെ വന്നത്. അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ പറഞ്ഞാൽ 100,000 കാര്യങ്ങൾ പറയാനുണ്ടാവും. അല്ലാഹു തആല അതെല്ലാം തീർത്തു കൊടുത്ത് നമ്മുടെ മനസ്സിന് സന്തോഷമാക്കി തീർത്ത് നമ്മൾ മുസ്ലിം ലീഗിനും മറ്റുള്ള സംഘടനകൾക്കും ഏതാണ് നല്ലത് നമ്മൾ പ്രവർത്തിക്കാൻ സാധിക്കുന്നത് ആ നല്ല പ്രവർത്തകന്മാരെ സന്തോഷിച്ച് നല്ല റാഹത്തായി മനസ്സോടുകൂടി യോജിച്ചിരുന്ന് റാഹത്തെ പ്രവർത്തിക്കാൻ ഇന്നിവിടെ വെച്ച് ഈ അനുസ്മരണവും ഈ ബിരുദാരിക്കുള്ളതായ സ്വീകരണം റാഹത്തായി ഒരു മഴ ബിരുദാളികൾ നമ്മൾ കുടുങ്ങിപ്പോകും. എങ്കിലും ഇൻഷാ അല്ലാഹ് ഇത് തീരുന്നത് വരെ ഒരു മഴന്റെ ഒരു തുള്ളി കൂടി പെയ്യാതെ റാഹത്തായി സന്തോഷിച്ച് എല്ലാവരും തിരിഞ്ഞതിന് ശേഷം നമുക്ക് റഹ്മത്തിന്റെ മലക്ക് ഇരുന്ന് മാറി ഇവിടെ മഴ നല്ല റാഹത്താക്കി തീർത്ത് സന്തോഷം കൊണ്ട് പുലകണം എന്നുള്ള പ്രാർത്ഥന കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്കും എൻ്റെ എല്ലാ ആരോഗ്യവും നല്ല റാഹത്തായി സന്തോഷിക്കാണ് നിങ്ങളെല്ലാം ദ്വാ ചെയ്യണം. ആ ദ്വായുടെ ആമീൻ എന്നുള്ള പ്രാർത്ഥന കൊണ്ട് മാത്രം ഞാൻ പ്രതീക്ഷിച്ചതാണ്. എനിക്കുള്ള എല്ലാ അസുഖങ്ങളും എൻ്റെ കുടുംബത്തിനുള്ള എല്ലാ അസുഖങ്ങളും ഈ തീർത്തുകൂടി അല്ലാഹു തൗഫീഖ് ചെയ്തു തരണേ. നമ്മുടെ എല്ലാ സംഘടനകൾക്കും നമ്മുടെ എല്ലാ പ്രവർത്തകന്മാർക്കും എനിക്കും എൻ്റെ കുടുംബത്തിനും അസുഖങ്ങളുടെ റാഹത്തായി തീർന്ന് സന്തോഷ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ചേച്ചി മരിക്കാനുള്ള ഭാഗ്യമൊക്കെ തരണേ തമ്പുരാനേ. എൻ്റെ പിതാവ് സയ്യിദ് ഇബ്രാഹിം ബാഫക്കിത്തങ്ങൾ ആ പാത ഏത് പാതയിൽ കൂടി പോയിരിക്കുന്നു അതേ പാതയിൽ തന്നെ ഈ മകൻ സൈനുലായതും ബാഫക്കി അതേ പാതയിൽ തന്നെ കൂടി പോകും. യാതൊരു ഉറപ്പുമില്ല. എങ്കിലും മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ ഞാനിപ്പോൾ ഇല്ല, അതിന് പ്രവർത്തിക്കുന്നുമില്ല. എങ്കിലും ഞങ്ങൾ സംഘടനപരമായിട്ട് ഉസ്താദ് എന്ത് പറയുന്നു ആ ഉസ്താദിന്റെ ആ വൈക്ക് ഞാൻ തന്നെയുണ്ട്. അല്ലാതെ അതിനെതിരായിട്ടൊന്നും ചെയ്യില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും നമുക്കും റാഹത്തായി പ്രവർത്തിക്കാനും സന്തോഷിക്കാൻ പ്രവർത്തി ഉണ്ടാക്കി തരട്ടെ. ഈ സംഘടന രൂപീകരിച്ചതായ പ്രവർത്തകന്മാർക്ക് അല്ലാഹു തആല ആഫിയത്ത് വാങ്ങി നോക്കട്ടെ. ഇതാരെല്ലാണോ അവർ സംഘടിപ്പിച്ചത് ആ സംഘടിച്ച ആ സ്ഥാപനത്തിന് റാഹത്ത് ബർക്കത്ത് നോക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിവരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.